ഇത് പ്ലാന്റർ ഫേഷ്യാലിറ്റീസ് എന്ന കണ്ടീഷനിൽ ചെയ്യുന്ന ടാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. എങ്ങനെയാണ് ടാപ്പിങ്ങും മെഡിസിനും ഇഞ്ചക്ഷനും ഒക്കെ വേദന കുറക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത്. അതായത് ടാപ്പിങ് ചെയ്യുന്ന സമയത്തും ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും ഇത് വേദന കുറക്കുകയല്ല ചെയ്യുന്നത്, താൽക്കാലികമായിട്ട് അവിടെയുള്ള ഇൻഫ്ലമേഷൻ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ അവിടെ വേദന കുറയുന്നു, ടെമ്പററി ആയിട്ട് നമുക്ക് വേദന റിലീഫ് കിട്ടുന്നു. പക്ഷേ ഈ പ്ലാന്റർ ഫേഷ്യാലിറ്റീസ് പോലത്തെ കണ്ടീഷനുകളിൽ ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെ ലോവർ ലിംസിൻ്റെ സ്ട്രെങ്ത് ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ നമ്മളെ കാഫ് മസിൽ ടൈറ്റായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് നമ്മളെ ശരീരം താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴൊക്കെയാണ് നമുക്ക് പ്ലാന്റർ ഫേഷ്യാലിറ്റീസ് പോലത്തെ കണ്ടീഷൻ വരുന്നത്. അപ്പം ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മളെ ബോഡീനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. കൃത്യമായിട്ട് പ്രോട്ടീൻ എടുക്കുക, വ്യായാമം ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റർ ഫേഷ്യാലിറ്റീസ് പോലുള്ള കണ്ടീഷനെ കുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടാപ്പിംഗ് ചെയ്യുക, ഇഞ്ചക്ഷൻ എടുക്കുക, മെഡിസിൻ എടുക്കുക, ടാപ്പിംഗ് എടുക്കുക, ഇഞ്ചക്ഷൻ എടുക്കുക, മെഡിസിൻ ചെയ്യുക, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പം കാലുവേദന വന്ന് മാറി വീണ്ടും കാലുവേദന വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ സീക്രട്ട് മനസ്സിലാക്കി ഇന്ന് തന്നെ വ്യായാമം ചെയ്യാൻ ആരംഭിക്കുക, വെയിറ്റ് ലോസ് ചെയ്ത് നമ്മളെ ലോവർ ലിംസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്.